ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ സെറ്റ്സിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിൽ ഫസ്റ്റ് വൺ, ദി കളക്ഷൻ ഓഫ് ഓൾ ദി മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. അതായത് ഒരു വർഷത്തിലെ 12 മാസങ്ങളുണ്ട് അല്ലേ. 12 മാസത്തിൽ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ, മന്ത്സ് ഏതൊക്കെയാണ്? ജനുവരി, ജൂൺ ആൻഡ് ജൂലൈ. ഇതൊരിക്കലും ചേഞ്ച് ആവില്ല, ഇത് ഫിക്സ്ഡ് ആണ് അല്ലേ. സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഇത് ആരോട് ചോദിച്ചാലും ഈ 3 മാസങ്ങളായിരിക്കും ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇത് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് ആണ്. അതുപോലെ ഇത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ് ഇതിനകത്ത് മെമ്പേഴ്സ്. അതുകൊണ്ട് ഇത് സെറ്റാന്ന് പറയാം. ദിസ് ഈസ് എ സെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സെറ്റാണ്. ഇൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരമായിരിക്കില്ല നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അല്ലേ. ഇത് ഓരോ പേഴ്സണിനും വ്യത്യാസമായിരിക്കും, ഇതിൻ്റെ ഉത്തരം വ്യത്യാസമായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റല്ല. അതുകൊണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെറ്റിന് എക്സാമ്പിൾ അല്ല. ദിസ് ഈസ് നോട്ട് എ സെറ്റ്. ഓക്കെ, ഇത് വെൽ ഡിഫൈൻഡ് അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൽ ഡിഫൈൻഡ് അല്ല, അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. ഇതും സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതും പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യില്ല. ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. രണ്ടുപേരോട് ചോദിച്ചാൽ ഒരേ ഉത്തരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് വെൽ ഡിഫൈൻഡ് അല്ല, അത് സെറ്റ് അല്ല. ഓക്കെ, അപ്പോൾ തേർഡ് വേണം സെറ്റിന് എക്സാമ്പിൾ അല്ല. Not well defined, therefore this is not a set. The fourth one, the collection of all boys in your class. അല്ലേ, അതായത് നമ്മൾ ആരോടാണോ ചോദിക്കുന്നത് അവരുടെ ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സ്, എല്ലാ ബോയ്സിൻ്റെ കളക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേരി ചെയ്യില്ല അല്ലേ. നമ്മൾ ഒരാളോട് അറ്റ് എ ടൈം ചോദിക്കുന്നത് ആ ആളുടെ ക്ലാസ്സിലെ ബോയ്സ് ഫിക്സ്ഡ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. വേറൊരു ആളോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം വേറെ ആയിരിക്കും. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഒരു വ്യക്തിയോടായതുകൊണ്ട് അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് അതൊരു സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫോർത്ത് വൺ ഇസ് എ സെറ്റ്. ദിസ് ഈസ് എ സെറ്റ്. നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാം അല്ലെ. ബോയ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് പേരുകളായിട്ട് ഫോമയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അത് ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആണ്, സെറ്റാണ്. ഫിഫ്ത്ത് വൺ, ദി കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൽ താഴെയുള്ള, ലെസ് ദാൻ 100 ആണ് പറഞ്ഞിരിക്കുന്നത്. 100ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഏതൊക്കെ വരും? 1, 2, 3 എക്സെട്ര അപ് ടു 99 അല്ലേ. ലെസ് ദാൻ 100 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 99 വരെയുള്ള നമ്പേഴ്സ്. ഇതൊരു സെറ്റിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഇത് വെൽ ഡിഫൈൻഡ് ആണ്, ഇത് ചേഞ്ച് ആവുന്നില്ല. ഇത് കറക്റ്റ് 99 മെമ്പേഴ്സാണ് ഈ സെറ്റിലുള്ളത്, 1 to 99. അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ദിസ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ്, ഇപ്പോൾ 5 സെറ്റിന് എക്സാമ്പിൾ ആണ്. സിക്സ്ത് വൺ നോക്കാം. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദി റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അതായത് മുൻഷി പ്രേംചന്ദ് എന്ന് പേരുള്ള റൈറ്റർ എഴുതിയ നോവൽസ്. ഇത് നമുക്കറിയാം, ഇതൊരു സെറ്റാണ് അല്ലേ. അയാൾ എഴുതിയ നോവൽസ് അതിൻ്റെ പേര് കൃത്യമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അത് ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അതൊരു സെറ്റായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതുകൊണ്ട് അതൊരു സെറ്റാണ്, വെൽ ഡിഫൈൻഡ് ആണ്. ദിസ് ഈസ് എ സെറ്റ്. സിക്സ്ത് വൺ സെറ്റാണ്. ഇനി സെവൻത് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസും 0യും പോസിറ്റീവും അല്ലേ. നെഗറ്റീവ്, 0, പോസിറ്റീവ് അടങ്ങുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും കളക്ഷനാണ് ഇൻഡിജേഴ്സ്. ഇതാണ് ഇൻഡിജേഴ്സ്. ഇവിടെ പറയുന്നതും കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്
ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഈവൻ ഇൻറ്റിജേഴ്സ് വന്നാൽ -2, 0, 2, 4 എക്സെട്ര. ഇത് വെൽ ഡിഫൈൻഡ് ആണ്, ഫിക്സ്ഡ് ആണ്, ഇത് ചേഞ്ച് ആവില്ല അല്ലേ? ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ദിസ് ഈസ് എ സെറ്റ്. അപ്പോൾ 7th വൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് 8th വൺ, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. നമുക്കറിയാം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇത് ഫിക്സ്ഡ് ആണ്, അത് നമുക്ക് കൃത്യമായിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റും, അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് ആണ്, അതൊരു സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് 9th വൺ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദി വേൾഡ്. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും അല്ലേ? മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്ന ആനിമൽ വേറെ ആൾക്ക് ഡേഞ്ചറസ് ആണെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് ഇത് സെറ്റ് അല്ല, സെറ്റിന് എക്സാമ്പിൾ അല്ല. അപ്പോൾ സെറ്റിന് എക്സാമ്പിൾ അല്ലാത്ത 2nd, 3rd and 9th ആണ്, ബാക്കിയെല്ലാം സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ബിലോങ്സ് ടു. ഇത് വായിക്കുന്നത് ബിലോങ്സ് ടു എന്നാണ്. ഓർ ഡസ് നോട്ട് ബിലോങ്സ് ടു ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അതായത് തന്നിരിക്കുന്ന സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 ഈ സെറ്റിലെ എലമെൻ്റ് ആണോ? അതായത് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ, ബിലോങ്സ് ടു സെറ്റിലെ എലമെൻ്റ് ആണെന്ന് അർത്ഥം. ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 5 ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ 5 ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ 5 എയിലെ എലമെൻ്റ് ആണെന്ന് അർത്ഥം. ഇവിടെ നോക്കിക്കേ, 5 എയിലെ എലമെൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 എയിലെ എലമെൻ്റ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 5 ബിലോങ്സ് ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8 എയിലുണ്ടോ? 8 എയിലില്ല അല്ലേ? അപ്പോൾ 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയാം. തേർഡ് വൺ 0 നമുക്കറിയാം എയിലില്ല അല്ലേ? എയിലില്ല 0, അതുകൊണ്ട് 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയാം. ഫോർത്ത് വൺ 4 എയിലുണ്ട് അല്ലേ? അപ്പോൾ 4 ബിലോങ്സ് ടു എന്ന് പറയാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2 എയിലുണ്ട് അല്ലേ? അപ്പോൾ 2 ബിലോങ്സ് ടു എന്ന് പറയാം. നെക്സ്റ്റ് സിക്സ്ത് വൺ 10 ഇല്ല, 10 എയിലില്ല, നോക്കിയാൽ കാണാം എയിൽ 10 ഇല്ല. 10 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. തന്നിരിക്കുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 2 ടൈപ്പ് സെറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് റോസ്റ്റർ ഫോമും ഒന്ന് സെറ്റ് ബിൽഡർ ഫോമും. അപ്പോൾ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ്, ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് എഴുതാം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അതായത് എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഈ ഫോമിലോട്ട് നമുക്ക് മാറ്റണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അതായത് -3ക്കും 7നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് എഴുതണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ -3, -2, -1, 0, 1, 2, 3, 4, 5, 6 വരെ വരും അല്ലേ? 7 വരില്ല. സ്ട്രിക്ട്ലി ലെസ് ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 7 വരില്ല. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഓക്കെ. The second question, b equal to set of all x such that x is a natural number less than 6. 6ലും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 6ലും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? b equal to ഫസ്റ്റ് വൺ a ആയിരുന്നു, സെക്കൻഡ് വൺ b. b equal to സെറ്റ് 1, 2, 3, 4, 5 ലെസ് ദാൻ 6 ആണ്, അതുകൊണ്ട് 6 വരില്ല, 5 വരെ. ഓക്കെ. തേർഡ് വൺ c ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. അതായത് 8 സം കിട്ടുന്ന 2-digit നമ്പേഴ്സ് എഴുതണം, അതിൻ്റെ കളക്ഷൻ.
8 സം കിട്ടുന്ന നമ്പേഴ്സ് നമുക്കറിയാം 0 + 8 8 ആണ്, 1 + 7 8 ആണ്, 2 + 6 8 ആണ്, 3 + 5 = 8, 4 + 4 = 8. ഇപ്പം എല്ലാം ആയി. ഈ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നതുകൊണ്ട് ഫസ്റ്റ് വൺ വരില്ല അല്ലേ. 0 8 എന്നുള്ളത് 1 ഡിജിറ്റ് ആണ്, അപ്പം അത് വരില്ല. നെക്സ്റ്റ് 17 26 35 44 ഇത്രയും 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയാണ് സമ്മ് 8 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? C = ഇവിടെ സെറ്റിന് റെപ്രസെൻറ്റ് ചെയ്ത് C എന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ C = 17 26 35 44 ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് വൺ, D = സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. അതായത് 16 ഡിവൈസറും ആയിരിക്കണം പ്രൈം നമ്പറും ആയിരിക്കണം. അപ്പോൾ 16 ഡിവൈസർ എഴുതിയാൽ ഏതൊക്കെ കിട്ടും? നമുക്കറിയാം 1 × 60 = 60. അതായത് 16 ഫാക്ടറൈസ് ചെയ്താൽ മതി ഡിവൈസർ കണ്ടുപിടിക്കാൻ വേണ്ടി. 2 × 30 = 60. നെക്സ്റ്റ് 3 × 20 = 60 എന്ന് എഴുതാം അല്ലേ. 4 × 3 15 = 60. അടുത്തത് 5 × 12 = 60. നെക്സ്റ്റ് 6 16 ഫാക്ടറാണ്, 6 × 10 ആണ് 60 അല്ലേ. ഇനി 7 16 ഫാക്ടർ അല്ല, 8 അല്ല, 9 അല്ല അല്ലേ. പിന്നെ വരുന്നത് 10 ആണ്, പിന്നെ ബാക്കി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് 60ക്ക് ഉള്ളത്. അപ്പോൾ 16 ഫാക്ടേഴ്സ് എഴുതിയാൽ 1 2 3 4 5 6. നെക്സ്റ്റ് ഇങ്ങോട്ട് വരും 10 12 15 20 30 16 16 ഫാക്ടറാണ് അല്ലേ. ഇത്രയും ഫാക്ടേഴ്സാണ് 60ക്ക് ഉള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 16 ഫാക്ടറും ആകണം, അതായത് 16 ഡിവൈസറും ആകണം, അത് പ്രൈം നമ്പറും ആണ്. അപ്പോൾ 16 ഡിവൈസേഴ്സിൽ ഇതിനകത്ത് പ്രൈം നമ്പർ ആയിട്ടുള്ളതിൻ്റെ കളക്ഷൻ D = ഇതിനകത്ത് പ്രൈം നമ്പർ 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം ആണ്, 2 3 4 അല്ല, 5 പ്രൈം ആണ് അല്ലേ. ഇനി ഇതൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല, എല്ലാം ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത് 2 3 5 ഇതാണ് പ്രൈം നമ്പേഴ്സ്, അതായത് 16 ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, E = the set of all letters in the word trigonometry. ട്രിഗണോമെട്രി എന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ ഇത് സെറ്റായിട്ട് എഴുതണം അല്ലേ. E = ഇത് എഴുതാം സെറ്റ് T R I G O N. അടുത്ത O എഴുതാൻ പാടില്ല, കാരണം ഒരു തവണ നമ്മൾ O എഴുതിയിട്ടുണ്ട്. എലമെൻറ്റ്സ് സെറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും സെറ്റിൽ, അതായത് ഡിഫറൻ്റ് ആയിരിക്കണം എലമെൻറ്റ്സ്. O ഒരു തവണ എഴുതിയതുകൊണ്ട് എഴുതരുത്. M E T എഴുതരുത്, T എഴുതിയതാണ്, R എഴുതിയതാണ്, പിന്നെ ലാസ്റ്റ് Y. ഇതായിരിക്കും ആൻസർ. TRIGONMEY. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, F = the set of all letters in the word better. അതായത് ബെറ്ററിലെ ലെറ്റേഴ്സ് F = ഇത് കിട്ടും B E T T. നെക്സ്റ്റ് T എഴുതരുത്, ഒരു തവണ എഴുതിയതാണ്. E എഴുതരുത്, R. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് BETR ആണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. നേരത്തെ നമുക്ക് തന്നത് സെറ്റ് ബിൽഡർ ഫോമിലും എഴുതേണ്ടത് റോസ്റ്റർ ഫോമിലായിരുന്നു. ഇവിടെ നേരെ തിരിച്ച് തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമിലാണ് അല്ലേ. ഇനി നമുക്ക് എഴുതേണ്ടത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 6 9 12. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഫസ്റ്റ് 3 എന്ന് പറയുന്നത് 3 × 1 ആണ്. സെക്കൻഡ് വൺ 3 × 2 ആണ് 6, 3 × 3 ആണ് 9, 3 × 4 ആണ് 12. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാൻ പറ്റില്ല, കാരണം 12 വരെ ഉള്ളൂ. 3ൻ്റെ എല്ലാ മൾട്ടിപ്പിളും ഇല്ല. അപ്പോൾ എന്ത് പറയണം ഇവിടെ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് = 3n അല്ലേ. n എന്ന് പറയുന്നത് 1 < n < 4
4. അതായത് n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. നാച്ചുറൽ നമ്പറിൽ n എടുക്കുക, x ഈക്വൽ ടു 3 എന്ന് എഴുതണം. അതായത് 1 വരെ 4, നോക്കിക്കുക 1 മുതൽ 4 വരെ ആകാം എന്നിൻ്റെ വാല്യൂസ്. ഇതാണ് n. അങ്ങനെയുള്ള n എടുക്കുകയാണെങ്കിൽ x ഈക്വൽ ടു 3 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, 3 എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഒന്നും കൊടുത്തില്ല, എല്ലാ മൾട്ടിപ്പിളും വരും. ഇവിടെ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ 4 എലമെൻറ്റ്സേ വരുള്ളൂ അല്ലേ. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 ആയി 3n. എന്നിൻ്റെ വാല്യൂസ് 1, 2, 3, 4 ഇതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെ. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x ഈക്വൽ ടു 3n, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, n ബിലോങ്സ് ടു n, നാച്ചുറൽ നമ്പർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ 2, 4, 8, 16, 32. 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 2, 4, 8, 16, 32. 2, 4 നമുക്ക് എങ്ങനെ എഴുതാം? 2⁻1 ആണ് 2, 2 സ്ക്വയർ ആണ് 4, 8 2 ക്യൂബ് ആണ് 16, 2⁻4 ആണ് 32, 2�5 ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് such that x ഈക്വൽ ടു 2n അല്ലേ. എൻ്റെ വാല്യൂ എവിടെ വരെ പോകാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ. 1 മുതൽ 5 വരെ പോകാം ഇതിൻ്റെ വാല്യൂസ്. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. തന്നിരിക്കുന്നത് 5, 25, 125, 625. ഇത് നോക്കിയാൽ കാണാം 5⁻1, 5⁻2, 25 എന്ന് പറഞ്ഞാൽ 5⁻2, 5⁻3 ആണ് എന്ത് 125, അതുപോലെ 5⁻4 ആണ് 625 അല്ലേ. ഇനി നമുക്ക് എളുപ്പത്തിൽ എഴുതാമല്ലോ. സെറ്റ് ഓഫ് ഓൾ എക്സ് such that എക്സിൻ്റെ പ്രത്യേകത എന്താണ്? x ഈക്വൽ ടു 5⁻n. എന്നിൻ്റെ വാല്യൂസ് എവിടെ വരെ പോകാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേ. n നാച്ചുറൽ നമ്പർ ആയിരിക്കണം, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ തേർഡ് ക്വസ്റ്റ്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഫോർത്ത് വൺ 2, 4, 6 എക്സെട്ര. അതങ്ങനെ എക്സെട്ര ആയിട്ട് പോയേക്കുവാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 2, 4, 6 എക്സെട്ര. ഇതെന്താണ്? ഇത് നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ. ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണിത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3 എക്സെട്ര. അതിനകത്ത് ഈവൻ മാത്രം എടുത്ത് എഴുതിയിട്ടുള്ളതാണിത്. ഇതിനെങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് such that x ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. x ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ 1, 4, 9 എക്സെട്ര അപ് ടു 100. 1, 4, 9 എക്സെട്ര അപ് ടു 100. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ കാണാം. ഇത് 1, 2 സ്ക്വയർ, 3 സ്ക്വയർ എക്സെട്ര ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം 10 സ്ക്വയർ. കണ്ടിന്യൂസ് ആയിട്ട് 1 മുതൽ 10 വരെയുള്ളതിൻ്റെ സ്ക്വയേഴ്സ് ആണിത്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that എക്സിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. എക്സ് ഈസ് എ നാച്ചുറൽ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെയുള്ള സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ്, നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് ഇത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര അല്ലേ. അപ്പോൾ അതിനകത്ത് ഓഡായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? എ ആണ് ഇവിടെ സെറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ. എ ഈസ് ഈക്വൽ ടു 1, 3, 5, 7 എക്സെട്ര. ഓഡായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്.
ഓക്കെ, അപ്പം ഇതായിരിക്കും ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. -1/2 9/2 റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഇൻറ്റിജർ, അതിനിടയ്ക്കുള്ള ഇൻറ്റിജർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3 പോസിറ്റീവായിട്ടുള്ള സംഖ്യകളും നെഗറ്റീവായിട്ടുള്ള സംഖ്യകളും ഉൾപ്പെടുന്നതാണ് ഇൻറ്റിജേഴ്സ് അല്ലേ. ഇതാണ് ഇൻറ്റിജേഴ്സ്, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത ഇൻറ്റിജേഴ്സ് ഇങ്ങനെ. അപ്പം -1/2 എന്ന് പറയുന്നത് -0.5 ആണ് അല്ലേ. -0.5 മാർക്ക് ചെയ്താൽ -0.5. 9/2 എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 4നും 5നും ഇടയ്ക്ക് വരും 4.5. അപ്പം അതിനിടയിലുള്ള ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഇൻറ്റിജേഴ്സ് ആണ് 0, 1, 2, 3, 4. അപ്പം ആൻസർ ഈസ് ബി ഈക്വൽ ടു സെറ്റ് 0, 1, 2, 3, 4. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് ഇൻറ്റിജറും ആണ്. ഇൻറ്റിജേഴ്സ് നമുക്കറിയാം നെഗറ്റീവ്, 0, പോസിറ്റീവ്സ്. ഇതാണ് ഇൻറ്റിജേഴ്സ്. ഇനി ഒരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്, എക്സ് ഇൻറ്റിജർ ആയാൽ പോരാ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആവണം. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സ്ക്വയർ 4 ആവുന്ന സംഖ്യ നമുക്കറിയാം 2 ആണ്. 2 സ്ക്വയർ 4 ആണ്. അതുപോലെ -2ന്റെ സ്ക്വയർ 4 ആണ്. ഇനി അതിൽ പുറകോട്ട് പോയാൽ 1ന്റെ സ്ക്വയർ 1, -1ന്റെ സ്ക്വയർ 1, 0 സ്ക്വയർ 0 അല്ലേ. ഇനി 3 മുതലുള്ള സംഖ്യകളുടെ സ്ക്വയർ ഇവിടെ പറ്റില്ല അല്ലേ. 3 സ്ക്വയർ 9 ആകും. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആവണം. അപ്പം 3 മുതലുള്ളതും പറ്റില്ല. അതുപോലെ -3 പുറകോട്ട് വന്നാലും 9 ആകും, അത് പറ്റില്ല. അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ആൻസർ എഴുതിയാൽ സി ഈക്വൽ ടു ഏതൊക്കെ വരും? -2, -1, 0, 1, 2. ഇതിൻ്റെ എല്ലാ സ്ക്വയർ 4 അതിലും കുറവാണ്. ഇതല്ലാതെ വരുന്ന സംഖ്യകളുടെ എല്ലാ സ്ക്വയർ 4ൽ കൂടുതലാകും. അപ്പോൾ ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ഇത് സെറ്റായിട്ട് എഴുതിയാൽ ഡി ഈക്വൽ ടു LOYA. ഇനി ഒരു L ലാസ്റ്റത്തെ L എഴുതരുത്, കാരണം ഫസ്റ്റ് ഒരു L എഴുതിയതാണ്. സെറ്റിലെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, E ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 days. അതായത് 31 days ഉള്ളത് വരാൻ പാടില്ല. 31 days ഇല്ലാത്ത മന്ത്സ് ഏതൊക്കെയാണ്? ആൻസർ E ഈക്വൽ ടു ഫിഫ്ത്ത് വൺ സെറ്റ് ജനുവരി വരില്ല, കാരണം ജനുവരി 31 days ഉണ്ട്. നെക്സ്റ്റ് ഫെബ്രുവരി 28 days ആണ്. അടുത്ത് മാർച്ച് വരില്ല, ഏപ്രിൽ, മെയ് വരില്ല, ജൂൺ, ജൂലൈ വരില്ല, ഓഗസ്റ്റ് വരില്ല, സെപ്റ്റംബർ, ഒക്ടോബർ വരില്ല, നവംബർ, ഡിസംബർ വരില്ല. അപ്പോൾ ഇത്രയും മന്ത്സാണ് 31 days ഇല്ലാത്തത്. ഓക്കെ, 31 daysൽ കുറവുള്ളത്. ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് വൺ, F equal to set of all x such that x is a consonant in the English alphabet which precedes K. K എന്ന ലെറ്ററിന് മുമ്പുള്ള കോൺസണൻസ്, അതായത് നമുക്ക് എഴുതിയാൽ ABCDEFGHIJ K വരെയുള്ളത് എഴുതി. അപ്പോൾ Kക്ക് മുമ്പുള്ള ലെറ്റേഴ്സ് ഇതാണ്. അപ്പോൾ Kക്ക് മുമ്പുള്ള ഇതിനകത്തുള്ള കോൺസണൻസ് വവൽസ് ഒഴിവാക്കിയാൽ മതി. AEI ഈ 3 വവൽസ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ലെറ്റേഴ്സ് ആയിരിക്കും Kക്ക് മുമ്പുള്ള കോൺസണൻസ്. അപ്പോൾ സെറ്റ് F ഈക്വൽ ടു എന്തൊക്കെ വരും? BCDEFGHJ. K വരില്ല, Kക്ക് മുമ്പുള്ളത് പ്രസീഡ്സ് K എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് K വരില്ല. ഓക്കെ, ഇതായിരിക്കും ആൻസർ.
നെക്സ്റ്റ് 6th question. Match each of the set on the left in the roster form with the same set on the right described in set builder form. ലെഫ്റ്റ് സൈഡിൽ സെറ്റ് റോസ്റ്റർ ഫോമിലും റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമിലുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ സെറ്റ് 1 2 3 6. ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇതല്ല അല്ലേ, ഫസ്റ്റ് വൺ ഇതല്ല, പ്രൈം നമ്പർ അല്ല, 6 പ്രൈം നമ്പർ അല്ല. ഇനി സെക്കൻഡ് വൺ നോക്കിയാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ എല്ലാം വരുന്നില്ല, അപ്പം അതല്ല. തേർഡ് വൺ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇത് കറക്റ്റാണ്, തന്നിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഡിവൈസർ ഓഫ് 6 ആണ്. 1 2 3 6 എല്ലാം ഡിവൈസർ ഓഫ് 6 ആണ്. ഇത് മാച്ച് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ സെറ്റ് 2 3. ഫസ്റ്റ് വൺ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്, ഡിവൈസർ ഓഫ് 6 ആണ് അല്ലേ. അപ്പം ഫസ്റ്റ് വൺ ആയിട്ട് മാച്ച് ചെയ്യാം. തേർഡ് വൺ ഈ സെറ്റ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ അല്ല, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ല, പിന്നെ തേർഡ് വൺ അല്ല, ലാസ്റ്റ് വൺ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. ഇതാണ് മാത്തമാറ്റിക്സിലെ വേർഡ്സിന്റെ കളക്ഷനാണത്. ഫോർത്ത് വൺ സെറ്റ് 1 3 5 7 9. ഇത് ബി ആണ്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എല്ലാം 10ലും കുറവായിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പം ഫോർത്ത് വൺ ബി. ആൻസർ ഫസ്റ്റ് വൺ സി, സെക്കൻഡ് വൺ എ, തേർഡ് വൺ ഡി, ഫോർത്ത് വൺ ബി. ഓക്കെ, എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് സെഷനിൽ 1.2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.